പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ്, ഒരു അവയർനെസ് വീഡിയോ ആണ്. നമ്മുടെ അടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്ന ഒരു സൂപ്പർ താരത്തിൻ്റെ മരണ വാർത്തയെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥ എന്താണ് എന്നാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇതിഹാസ താരങ്ങളിൽ ഒരാളായ ഹാർഡി ബോയ്സ് എന്ന എക്കാലത്തെയും മികച്ച ടാഗ് ടീമുകളിൽ ഒരാളായ ജെഫ് ഹാർഡി മരണപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്ത ഇതിനോടകം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ന്യൂസ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, എവിടെ നിന്നാണ് വന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നാണ് ജെഫ് ഹാർഡി മരണപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ 2 ദിവസം മുൻപ് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അത് വലിയ രീതിയിൽ വൈറലായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഷെയർ ചെയ്തു. വലിയ കമൻറ്റുകളും വലിയ ലൈക്കുകളും ആ ഒരു പോസ്റ്റിന് വന്നു. തുടർന്ന് എല്ലാവരും ഇത് ഷെയർ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ആളുകൾക്കിടയിൽ അത് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അങ്ങനെ ഈ ഒരു തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള കുറേയധികം വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ ജെഫ് ഹാർഡിക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഇഞ്ചുറിയൊക്കെ നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്നത്. യഥാർത്ഥത്തിൽ ജെഫ് ഹാർഡി എന്ന് പറയുന്ന റെസ്ലറിന് യാതൊരുവിധ പരിക്കോ കാര്യങ്ങളോ ഇല്ല. അദ്ദേഹം ഇപ്പോഴും റെസ്ലിംഗിൽ ആക്റ്റീവാണ്. അദ്ദേഹം നിലവിൽ TNA റെസ്ലിംഗിൽ ഹാർഡി ബോയ്സ് എന്ന ടീമിൽ തന്നെ ടാഗ് ടീം ചാമ്പ്യൻ കൂടിയാണ്. ഇവർ ഈ വെള്ളിയാഴ്ച നടക്കുന്ന TNA റെസ്ലിംഗിൻ്റെ വീക്ക്ലി എപ്പിസോഡ്, അമേരിക്കയിൽ AMC എന്ന് പറയുന്ന പുതിയ ചാനലിലേക്ക് കൂടുമാറാൻ പോകുന്ന TNA റെസ്ലിംഗിൻ്റെ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിൽ ഒരു 6-man ടാഗ് ടീം മത്സരത്തിന് കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഹാർഡി ബോയ്സും എലൈജ എന്ന് പറയുന്ന റെസ്ലറും ടീം ആയിക്കൊണ്ട് മുസ്തഫ അലിയുടെ ഓർഡർ 4 എന്ന് പറയുന്ന ഫാക്ഷനെതിരെയാണ് ഇവർ 6-man ടാഗ് ടീം മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ജെഫ് ഹാർഡിക്ക് യാതൊരുവിധ ഇഞ്ചുറിയും ഇല്ല എന്നുള്ളത് അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വെറുതെ ഓരോ ആരാധകർ അവർക്ക് തോന്നുന്ന അഭിപ്രായം, തോന്നുന്ന പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതാണ്. അല്ലാതെ ജെഫ് ഹാർഡി മരണപ്പെടുകയോ അല്ലെങ്കിൽ പരിക്ക് പറ്റുന്നതോ ആയിട്ടുള്ള യാതൊരുവിധ വാർത്തകളും നിലവിൽ പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി അത്തരത്തിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് ഷെയർ ചെയ്യരുത്. കാരണം അതിൽ യാതൊരുവിധ സത്യാവസ്ഥയും ഇല്ല. WWE പണ്ട് കാലങ്ങളിൽ ഫോളോ ചെയ്തു വന്നിരുന്ന ആളുകൾ ഒറ്റയടിക്ക് ജെഫ് ഹാർഡി മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ പോസ്റ്റ് കാണുമ്പോൾ അതവർ വിശ്വസിച്ച് പോകുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടാത്ത യാതൊരുവിധ അപ്ഡേറ്റുകളും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ കുറേയധികം പോസ്റ്റുകൾ ഇതിനെ സംബന്ധിച്ച് വന്നതുകൊണ്ടാണ് ഈ ഒരു അവയർനെസ് വീഡിയോ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.